സച്ചാർ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്, അതിനെക്കുറിച്ച് പന്തൊരു ചർച്ചയില്ലാത്തത്, അത് നടപ്പാക്കേണ്ട ഉത്തരവാദിത്തമായിരിക്കാം. അത് ഗവൺമെന്റിനാണ്. അത് നടത്തി അതിലുള്ള പ്രായോഗികമായി പറഞ്ഞ സംഗതികൾ നടപ്പാക്കിയാൽ മതി. അതാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. പക്ഷെ അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സമുദായമാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ മുസ്ലിം സമുദായമാണ് എന്ത് ചെയ്യുന്നത്, ആളുകളൊക്കെ ഒന്ന് കാശി വിരിച്ചുണ്ടാക്കിയിട്ട് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കുക. അപ്പോൾ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ സമുദായങ്ങൾ ചെയ്യേണ്ടി വരിക. സമുദായം വിശ്വാസികൾ ചെയ്യേണ്ട കാര്യം ആ പ്രസംഗവും കാര്യങ്ങളൊക്കെ ആര് ചെയ്യുക, ഗവൺമെന്റും ചെയ്യുക. വർഗീയ ആയുധമായി ഉപയോഗിച്ച ഇന്ത്യയിലൊരു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കുന്നു. അദ്ദേഹം വന്നില്ല. എന്നിട്ട് അദ്ദേഹത്തിന്റെ മെസ്സേജ് വളരെ താല്പര്യപൂർവ്വം വായിക്കുന്നു. അപ്പൊ ഇതിന്റെ എന്താണ് ഇതിന്റെ പിറകിലുള്ള ഉദ്ദേശം? ഇത് ആരെയാണ് പ്ലീസ് ചെയ്യുക? കമ്മ്യൂണിസ്റ്റാണ് പ്ലീസ് ചെയ്യാൻ? ഇവിടുത്തെ മതനിരപേക്ഷ വിഭാഗങ്ങളെ പ്ലീസ് ചെയ്യാനല്ലല്ലോ. അവിടെ കൃത്യമായൊരു ടാർഗറ്റഡ് ആയ ഒരു ഓഡിയൻസിലേക്കാണ് ഈ സന്ദേശം എത്തിക്കാൻ അവർ ശ്രമിക്കുന്നത്. വിഡ്ഢികളാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ആഗോള അയ്യപ്പ സംഗമം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മൾ ദിവസം നടന്നത് കണ്ടു. ഇന്ന് അതിന് ബദലായിട്ട് തീവ്ര ഹിന്ദുക്ക വിഭാഗങ്ങളും അതിന് പരിപാടി നടത്തി. ഈ പല രൂപത്തിലുള്ള ചർച്ചകളും അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ചാനൽ ചർച്ചകളൊക്കെ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ വെള്ളാപ്പള്ളി വരുന്നു. അതുപോലെ തന്നെ വലിയ വലിയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ട് കസേരകളൊക്കെ കാലിയായി കിടക്കുന്നു എന്ന് ആക്ഷേപിക്കുന്നു. അത് AI എന്ന് പറയുന്നു. ഇങ്ങനെ വളരെ പല രീതിയിലുള്ള ചർച്ചകളും ചാനൽ ചർച്ചകളും ബാക്കിയൊക്കെ അതുമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അഷ്റഫ്, യഥാർത്ഥത്തിൽ നമ്മുടെ മതനിരപേക്ഷ കേരളത്തിൽ ഇങ്ങനത്തെ ചാനൽ ചർച്ചകൾ, പൊതുവെയുള്ള ചർച്ചകളൊക്കെ എന്താണ് അതിൻ്റെ ഒരു ഗുണം ചെയ്യുക? എന്തായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ? ഗുണം ചെയ്യൂല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ഇവിടെ ശരിക്ക് സർക്കാർ കളം മാറി കളിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ വിഷയം മാത്രമല്ല ഞാൻ പറയുന്നത്, കുറച്ചായിട്ട് നമ്മൾ കാണുമ്പോൾ ഒരു കളം മാറി കളിക്കൽ കാണുന്നുണ്ട്. അതായത് വിശ്വാസികൾ ചെയ്യേണ്ടത് സർക്കാർ ചെയ്യുക, സർക്കാർ ചെയ്യേണ്ടത് വിശ്വാസികൾ ചെയ്യേണ്ടി വരും ചെയ്യുക. മൊത്തത്തിലുള്ളൊരവസ്ഥയാണ് ഇപ്പം അങ്ങനെ. അതായത് നമ്മളെ മതനിരപേക്ഷത എന്ന് പറയുന്നത് എന്താ, അത് ഓർമ്മിപ്പിക്കേണ്ട സമയമാണ് ഇപ്പോൾ. ഭരണഘടനയിലെ ആ ക്ലോസ് ശരിക്ക് വലിയ സ്ക്രീനിൽ കേരളത്തിൻ്റെ എല്ലാ നഗരങ്ങളിലും പ്രദർശിപ്പിക്കേണ്ട സമയമാണെന്നാണ് ഞാൻ പറയുന്നത്. LED കാണിക്കണം. LED ഇട്ട് കാണിക്കണം. എന്താണ്? ഗവൺമെൻറ്റിന് മതം പാടില്ല, ജനങ്ങൾക്ക് മതമാവാം, പൗരന്മാർക്ക് മതമാകാം, സർക്കാരുകൾക്ക് എന്തില്ല, മതം ഉണ്ടാകാൻ പാടില്ല. അവർക്ക് ഒരു മതത്തിനോടും ആഭിമുഖ്യം ഉണ്ടാകാൻ പാടില്ല, എതിർപ്പുണ്ടാകാൻ പാടില്ല, ഒരു നിഷ്പക്ഷ നിലപാട് എന്ത് ചെയ്യാൻ പാടില്ല. അതല്ലേ നമ്മുടെ മതനിരപേക്ഷത. അതാണ് കേരളത്തിൻ്റെ മതനിരപേക്ഷത എന്ന് കേരളത്തെ പഠിപ്പിച്ചത് ഒന്ന് EMS ആണ്. പിന്നെ അതിൻ്റെ പിന്മുറക്കാർ അതിലുണ്ട്. പക്ഷെ ആ ആളുകൾക്കിടയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, വിശ്വാസികൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ് ഏറ്റെടുക്കുക, ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ അവസാനം വിശ്വാസികൾ ചെയ്യേണ്ടി വരിക. അവിടുത്തെ പശ്ചാത്തല സൗകര്യം, മറ്റുള്ള കാര്യങ്ങൾ, വികസനങ്ങൾ, വിഷയങ്ങൾ, അതൊക്കെയാണ് ലക്ഷ്യം വെച്ചത് എന്ന് പുറത്തേക്ക് പറയുന്നു. പക്ഷേ പുറത്തേക്ക് പറയുന്ന ലക്ഷ്യത്തിലേറെ അകത്ത് ഒളിപ്പിച്ച് വെച്ച അജണ്ട ഏത് കുട്ടിക്കും മനസ്സിലാകുന്ന രൂപത്തിലാണ് ഇപ്പോഴത്തെ വിഷയങ്ങൾ വന്നിട്ടുള്ളത്. അതെന്താ? കറക്റ്റ് അടുത്ത ഇലക്ഷൻ അല്ലെങ്കിൽ 6 മാസം മാത്രമാണ് ഇനി സർക്കാരിന് എന്തുള്ളത് സമയമുള്ളത്. ഈ 6 മാസത്തിനുള്ളിൽ ഇപ്പോൾ ഈ ആളുകളെയൊക്കെ ശേഖരിച്ച് കിട്ടിയ വികസന പദ്ധതികളൊക്കെ വെച്ചിട്ട് ഒരു പുതിയ പരിപാടിയും കാര്യം നടത്തി തീർക്കാനും സമയമല്ല ഇവിടെ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. 2018 തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ സംഭവം ഉണ്ടായിരുന്നു 2018 സുപ്രീം കോടതി വിധി വന്നു, അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്നുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അത് വളരെ സ്പീഡായിട്ട് എന്ത് ചെയ്തു, സ്ത്രീകളെ പ്രവേശിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തി. ആ ശ്രമം നടത്തിയപ്പോൾ അത് വിശ്വാസികളെ പ്രയാസപ്പെടുത്തി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്യൂസ് ഉണ്ടായി. ആ ഇഷ്യൂസിൽ ഒരു നവോത്ഥാന മതിൽ സംഘടിപ്പിച്ചു. അങ്ങനത്തെ കുറച്ച് വിഷയങ്ങളൊക്കെ ഞങ്ങൾ നവോത്ഥാനം ഉണ്ടാക്കുകയാണെന്നുള്ളത് അതന്ന് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിലും മറ്റുമൊക്കെ എന്ത് ചെയ്തു, ഡാമേജ് വന്നു. ആ ഡാമേജ് തിരുത്താനുള്ള ഒരവസരമായിട്ടാണ് ഈ വിഷയത്തെ കണ്ടത് എന്നുള്ളത് കാര്യത്തിൽ യാതൊരു തർക്കമല്ല. അതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ മാത്രമല്ല, അന്ന് നമ്മുടെ കോഴിക്കോട് നടന്ന യുവമോർച്ചയുടെ ഒരു യോഗത്തിൽ വെച്ചിട്ട് അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു. ഇത് ഗോൾഡൻ ചാൻസ് ആണ്, ഇത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. BJP പറഞ്ഞാണ്. അതായത് ഈ സമയത്ത് നമ്മൾ പിടിച്ചാൽ ഉപയോഗപ്പെടുത്താം. അപ്പോൾ അത് അവർ ഗോൾഡൻ ചാൻസ് ആക്കിയപ്പോൾ ഇവരെന്ത് ചെയ്തു, പ്രതിരോധത്തിലായി. അപ്പോൾ ഇതിപ്പോൾ ഒരു ഗോൾഡൻ ചാൻസ് ആക്കിയിട്ട് എന്ത് ചെയ്യാണ്, ഉപയോഗപ്പെടുത്തിയിട്ട് പിന്നെ ഈ വിശ്വാസികളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയമായി ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. എന്താ വെച്ചാൽ എന്നിട്ട് അതിനു വേണ്ടി എന്ത് ചെയ്യുക, ഈ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് അവിടെ ശ്ലോകം ചൊല്ലി അവിടെ അവരുടെ കാര്യങ്ങൾ പ്രസംഗിച്ച് അതിൻ്റെ വിഷയങ്ങളിലേക്ക് കടന്നുപോയി. അതൊക്കെ ആ വിശ്വാസികൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതൊന്നും ഒരു സർക്കാർ ചെയ്യേണ്ടതല്ല. അവിടെ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ച വികസന പ്രവർത്തനങ്ങളോ അവിടുത്തെ പരിമിതികൾ എന്താണോ
അത് ചെയ്തു കൊടുക്കുക എന്നതല്ലാതെ എന്നിട്ട് അത് പ്രയോഗിച്ച് കാണിക്കുക എന്നല്ലാതെ ഇതിങ്ങനെ പ്രസംഗിച്ച ആൾക്കാരെ വിളിച്ചു കൂട്ടുക. അപ്പോൾ അതിന് ബദലായിട്ടാണ് എന്ത് ചെയ്തത്, പിന്നെ പന്തളത്ത് BJP പിന്നെ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. അതിൽ നേരെ അതിന് മറുപടിയും പറഞ്ഞു. അപ്പോൾ ഇത് ശരിക്കും ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഒന്ന് ഇത് ഒരു പ്രായശ്ചിത്താണ് ചെയ്തത്, രണ്ടാമത്തത് ഇതൊരു വർഗീയ ധ്രുവീകരണത്തിനുള്ള വഴിയായിട്ടാണ് എന്ത് ചെയ്തത് രണ്ട് കൂട്ടരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ രംഗപ്രവേശനവും അദ്ദേഹം CMൻ്റെ കാറിൽ വന്ന് ഇറങ്ങിയതും അദ്ദേഹം പിന്നെ CM എന്ന് പറയുന്നത് ഒരു ഭക്തനാണ് എന്ന് പ്രഖ്യാപിച്ചതും ഈ സമയം വരെയും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ പറ്റി ഭക്തനാണ്, വിശ്വാസിയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ട് അതിനെതിരിൽ ഒരു പ്രസ്താവനയും നടത്താതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം. ആരാണ് വെള്ളാപ്പള്ളി നടേശൻ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളെയും മുസ്ലിം കമ്മ്യൂണിറ്റിയെയും അങ്ങേയറ്റം മോശമായി ചിത്രീകരിച്ച് സംസാരിച്ച ഒരു വ്യക്തിയെ താലോലിച്ച് കൊണ്ടു നടക്കുന്നൊരവസ്ഥ. അപ്പോൾ അതൊക്കെ ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പിന്നെ മാത്രമല്ല, മതവിശ്വാസികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതായത് അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം ഉണ്ടാക്കി കൊടുക്കാതെ ഇലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഗിമ്മിക്കുകൾ കാണിച്ചാൽ അവരാണ് വോട്ട് ചെയ്തോളും എന്ന ഒരു അതാണ്. അത് ശരിക്കും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യലല്ലേ. ഇവർക്കൊന്നൊരു ബുദ്ധിയില്ല, ഇവരൊന്നും ചിന്തിക്കുന്നില്ല. ഇവരൊക്കെ അത് അവസാനം പിന്നെ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് 4 ആളെ വിളിച്ചു കൂട്ടിയിട്ട് പ്രോഗ്രാമും പ്രസംഗവും നടത്തിയ വിഷയമാണ് തീരും. നമുക്ക് ആരെ കണ്ണിലും പൊടിയില്ല. അപ്പോൾ ഇത് നടത്തുന്ന സമയത്ത് അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് അവരെ ഞങ്ങൾ കൈവിട്ടോ എന്ന് തോന്നുമോ എന്നൊരു ഭീതി അപ്പുറത്ത് വന്നു. അപ്പോൾ അടുത്ത് ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കുക. ആ ന്യൂനപക്ഷ സംഗമത്തിന് വേണ്ടി അതിൻ്റെ ആലോചനകൾ നടക്കുന്നുണ്ട് എന്ന് പത്രങ്ങളിലൊക്കെ കാണുന്ന എവിടെ എത്തി നമുക്കറിയില്ല. അപ്പോൾ എന്തായി, അപ്പോൾ അത് നടത്തുന്നതോടുകൂടി ന്യൂനപക്ഷങ്ങളും എന്തായി. അപ്പോൾ എന്നിട്ട് അതിൽ വന്നിട്ട് ഇസ്ലാമിനും മുസ്ലിങ്ങളെ പറ്റിയും ക്രിസ്ത്യാനികളെ പറ്റിയും അവരെ വിശ്വാസത്തിനെ പറ്റിയൊക്കെ ഭയങ്കര സംഭവമായിട്ട് അതൊക്കെ അവരെ പണ്ഡിതന്മാർ പ്രസംഗിച്ചോളും. അതൊന്നും ഗവൺമെൻറ് പ്രസംഗിക്കേണ്ട കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസികൾ ചെയ്യേണ്ട കാര്യം ആര് ചെയ്യേണ്ട കാര്യമില്ല, ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യമില്ല. ഗവൺമെൻറ് ചെയ്യുന്നിട്ട് ഗവൺമെൻറ് നമുക്ക് ചെയ്ത ഇപ്പോൾ സച്ചാർ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്, അതിനെക്കുറിച്ച് പണ്ടൊരു ചർച്ചയില്ലാത്തത്, അത് നടപ്പാക്കേണ്ട ഉത്തരവാദിത്തമായിരിക്കാം അത് ഗവൺമെൻറ്റിനാണ്. അത് നടത്തി അതിലുള്ള പ്രായോഗികമായി പറഞ്ഞ സംഗതികൾ നടപ്പാക്കിയാൽ മതി. അതാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. പക്ഷേ അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സമുദായമാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ മുസ്ലിം സമുദായമാണ് എന്ത് ചെയ്യുന്നത്, ആളുകളെയൊക്കെ ഒന്ന് കാശ് പിരിച്ചുണ്ടാക്കിയിട്ട് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കുക. അപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ സമുദായങ്ങൾ ചെയ്യേണ്ടി വരിക, സമുദായം വിശ്വാസികൾ ചെയ്യേണ്ട കാര്യം ആ പ്രസംഗവും കാര്യങ്ങളൊക്കെ ആര് ചെയ്യുക, ഗവൺമെൻറ്റും ചെയ്യുക. ഈ രീതിയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളം മാറി പ്രവർത്തിക്കുന്നൊരവസ്ഥ ഇന്ന് കേരളത്തിൽ കാണുന്നുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. യഥാർത്ഥ മതവിശ്വാസികൾ, അത് ഭൂരിപക്ഷ മതത്തിൽപ്പെട്ടവരായിരുന്നാലും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നാലും അവർ വളരെ ജാഗ്രതയോടുകൂടി നീങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെയുള്ള മതനിരപേക്ഷ പിന്നെ രാഷ്ട്രീയ സംഘടനകളാണ് യഥാർത്ഥത്തിൽ എന്തിനെ പറ്റി സംസാരിക്കേണ്ടത്, മതനിരപേക്ഷതയെപ്പറ്റി സംസാരിക്കേണ്ടത്, ഭരണഘടനയെ സംസാരിക്കേണ്ടത്. എന്നാൽ ഇന്ന് വിശ്വാസികൾ ഭരണകൂടത്തെ മതേതരത്വം പഠിപ്പിക്കേണ്ടുന്ന ഒരു ഗതികേടിലാണ് ഇപ്പോൾ കേരളമുള്ളത്. ന്യൂനപക്ഷങ്ങളെ ശക്തമായി വേട്ടയാടുന്ന യോഗിയെ പോലുള്ള ആളുകളിൽ നിന്ന് മെസ്സേജ് വരെ വായിച്ച്, വാസവൻ മന്ത്രിയൊക്കെ മെസ്സേജൊക്കെ വായിച്ച് ഈ സർക്കാർ സ്പോൺസേഡ് ഈ ഒരു പ്രോഗ്രാം അതൊരു പ്രോഗ്രസീവ് ഇവൻ്റായിട്ട് കാണാൻ പറ്റുമോ? അല്ലേ, ഇടതുപക്ഷ സർക്കാർ പല സംഗമങ്ങളും നേരത്തെയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ന്യൂനപക്ഷ സംഗമം തന്നെ നേരത്തെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ലോക കേരള സഭ, അതുപോലെ മലയാളി ഇതിൻ്റെ പ്രവാസി സംഗമം, നവകേരള സദസ്സ്, ഇപ്പോൾ ഒരു വിഷൻ 2031 എന്ന് പറഞ്ഞിട്ട് കേരളത്തിൻ്റെ 75 വർഷം ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചില പ്രത്യേക വിഭാഗങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി അല്ലെങ്കിൽ ചില പദ്ധതികളൊക്കെ സാക്ഷാത്കരിക്കാനൊക്കെ വേണ്ടി നടത്തുക എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഇവിടെ ഇതിൻ്റെ താല്പര്യം, സമയം, രീതി, ക്ഷണിക്കപ്പെടുന്ന വ്യക്തികൾ, ഇതെല്ലാം കൂടെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഇതിലൊരു സുഖമില്ലാത്തൊരു അത് മണത്ത് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ആ ഒരു പോയിൻ്റ്, അതായത് ഇതുവരെയും നമുക്കറിയാവുന്ന ഈ മതത്തെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ച, വർഗീയ ആയുധമായി ഉപയോഗിച്ച ഇന്ത്യയിലൊരു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കുന്നു. അദ്ദേഹം വന്നില്ല. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് വളരെ താല്പര്യപൂർവ്വം വായിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ പിറകിലുള്ള ഉദ്ദേശം? ഇതാരെയാണ് പ്ലീസ് ചെയ്യുക? കമ്മ്യൂണിസ്റ്റാണ് പ്ലീസ് ചെയ്യാനാ? ഇവിടുത്തെ മതനിരപേക്ഷ വിഭാഗങ്ങളെ പ്ലീസ് ചെയ്യാനല്ലല്ലോ. അവിടെ കൃത്യമായൊരു ടാർഗറ്റഡായ ഒരു ഓഡിയൻസിലേക്കാണ് ഈ സന്ദേശം എത്തിക്കാൻ അവർ ശ്രമിക്കുന്നത്. വിഡ്ഢികളാണ്, അത്ര വിഡ്ഢി. കാരണം ആ ഒടിഞ്ഞ സദസ്സ്
എണീറ്റ് പോയ ആളുകൾ പ്രകടമാക്കിയ ഒരു രാഷ്ട്രീയ മെസ്സേജ് ഉണ്ട്. അത് വായിക്കാനെങ്കിലും ഇവർക്ക് കഴിയണം തന്നെയാണ് പറയുന്നത്. എനിക്ക് പറയാൻ വെച്ചാൽ ഇവിടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഈ വിഷയങ്ങൾ, ഇതിപ്പോൾ ഇവിടുത്തെ നവോത്ഥാനത്തിൻ്റെ പിന്തുടർച്ചക്കാരാണെന്ന് പറയുന്നവരാണ്. പാർട്ടിയെ സംബന്ധിച്ചോളം ഇതൊരു അടവ് നയമാണ്. അങ്ങനെ പറ്റുള്ളൂ, അല്ലാതെ ഇപ്പോൾ മതത്തെ ഉൾക്കൊള്ളണമെന്ന് പറയാൻ പറ്റില്ല. ഒരു അടവ് നയം എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാപട്യം അതിനകത്തുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു അടവ് നയം? ഇതൊരു സാംസ്കാരിക പ്രവർത്തനമാണെന്ന് പറയണവർ. അപ്പോൾ ഇതൊരു സാംസ്കാരിക പ്രവർത്തനമാണെങ്കിൽ ഈ നിലവിലുള്ള സംസ്കാരത്തെ തകർക്കുന്ന അല്ലെങ്കിൽ നവോത്ഥാനത്തിൻ്റെ തുടർച്ചയെ തകർക്കുന്ന ഒന്നും വരാൻ പാടില്ലല്ലോ. അതും വിട്ടു നിൽക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതൊന്നും അല്ല എന്നപ്പോൾ MK രാഘവൻ പറഞ്ഞതെന്താ വെച്ചാൽ ഒരു ജ്യോതിഷിയെ പോയി കണ്ടിരുന്നല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് നിർദ്ദേശിക്കപ്പെട്ടതെന്നാണ്. അതായത് എന്തോ മറ്റേ കോപമുണ്ട്, അപ്പോൾ അയ്യപ്പ കോപം ഒഴിവാക്കാൻ വേണ്ടി സത്യമായിക്കോട്ടെ ആയിക്കോട്ടെ, പക്ഷേ ഇത് ചേർത്ത് വായിക്കുമ്പോൾ അത് സത്യമാണോ നമുക്ക് തോന്നുന്നു. പക്ഷെ ഞാനിവിടെ ഒന്നുമല്ല പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ചരിത്രത്തിൻ്റെ വലിയൊരു നിഷേധം നടക്കുന്നുണ്ട്. ഈ രാജൻ ഗുരുക്കൾ പറഞ്ഞൊരിതുണ്ട്, എന്താ വെച്ചാൽ ഇതൊരു അയ്യനാർ കൾട്ടിൻ്റെ ഒരു സ്പോട്ടാണെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. എന്നുവെച്ചാൽ ആ രീതിയിൽ ഈ അടുത്ത കാലം വരെ അവർക്കുണ്ടായിരുന്ന അവകാശങ്ങൾ കവർന്നെടുക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ചരിത്ര നിഷേധം. ഈ ചരിത്ര നിഷേധത്തിനെതിരെ ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കുമെന്ന് കരുതുന്നത് ഇവിടെയുള്ള ഈ സാംസ്കാരിക പക്ഷമാണ്. ആ സാംസ്കാരിക പക്ഷം അത് സംസാരിക്കുന്നില്ല എന്ന് മാത്രമല്ല, സവർണ മേധാവിത്വത്തിന് സമ്പൂർണ്ണമായിട്ട് ഇത് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ ചെയ്യുന്നൊരു അതിക്രമമുണ്ട്. അതൊരു വല്ലാത്ത ഒന്നാണ്. ഇവിടുത്തെ അധസ്ഥിത വിഭാഗത്തോട് ആദിവാസികൾക്കൊക്കെ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ, അറ്റ്ലീസ്റ്റ് അവർ അതിനകത്തൂടെങ്കിലും അവർക്കൊരു ഡിഗ്നിറ്റി ഉണ്ടാവുമല്ലോ, എവിടെയെങ്കിലും ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവും. ആ ഐഡൻറ്റിറ്റിയെ പോലും ഇല്ലായ്മ ചെയ്യുന്ന, വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആ വിഭാഗത്തിൻ്റെ സാമൂഹികമായ ഒരു അസ്തിത്വത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിലൂടെ ഈ വിഭാഗത്തെ രാഷ്ട്രീയമായും സാമ്പത്തികമായും സാമൂഹികമായും പിന്തള്ളുമെന്നുള്ള ഒന്നുണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ക്രൈം. ശരിക്കും ഇതിൻ്റെ കൂടെ ഇവരെ കൂടെ വിളിച്ചിരുന്നെങ്കിൽ, ഇവരെ കൂടെ ഉൾക്കൊള്ളിച്ചിരുന്നെങ്കിൽ ഇതൊരു, ഇപ്പോൾ ഈ ആദിത്യനാഥിനെ കുറിച്ചത് ഇൻക്ലൂസിവിറ്റി എന്നാണ് ഒരു നേതാവ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്ന ഇൻക്ലൂസിവിറ്റി ഈ വിഭാഗത്തെ ഉൾക്കൊള്ളലായിരുന്നു. എന്താണ് സത്യം?